Another live session from Tiju's Academy. This is Amala Charles from IELTS Mavelkara. നമ്മൾ കഴിഞ്ഞ കുറേ അധികം ലൈവ് സെഷൻസിലായിട്ട് സ്പീക്കിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വൊക്കാബുലറിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടുഡേ ഓൾസോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം വേർഡ്സ് ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് കുറച്ചധികം നാളുകളായിട്ട് IELTS സ്പീക്കിങ്ങിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതായത് ഇതിനു മുമ്പ് നമ്മൾ ട്രാവൽ വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ട്രാവൽ എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറി ഏതൊക്കെയാണെന്നാണ് നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം വളരെ പിന്നീട് നടക്കുന്ന എക്സാംസിലൊക്കെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ടോപ്പിക്ക് കോമൺ ആയിട്ട് കാണുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ പാർട്ട് 2. അതായത് നിങ്ങളുടെ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് നിങ്ങൾ പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. സോ ഇന്നത്തെ ഈ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പം എങ്ങനെ നന്നായിട്ട് ആ സെഷൻ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്കോർ, ഡിസൈർഡ് സ്കോർ കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വൊക്കാബുലറിയാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് നമ്മളുടെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് റഷ് അവർ എന്നൊരു വേർഡാണ്. ഇറ്റ് ഇസ് എ റഷ് അവർ. യെസ് ഗുഡ് ആഫ്റ്റർനൂൺ ടിൻറ്റു. ഗുഡ് ആഫ്റ്റർനൂൺ ടിൻറ്റു. ആൻഡ് റഷ് അവർ, ദ ടൈംസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്കിംഗ് ഡേ വെൻ മെനി പീപ്പിൾ ആർ ട്രാവലിംഗ് ടു ഓർ ഫ്രം വർക്ക്. അതായത് റഷ് അവർ എന്നൊരു വേർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഡേ തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും എല്ലാ ആളുകളും ജോലിക്കായിട്ടോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു കോമൺ ടൈമിനെയാണ് നമ്മൾ റഷ് അവർ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Time at the beginning and the end of a working day when many people are traveling to or from work. So അങ്ങനത്തെ ഒരു ഡേയെ പറ്റി പറയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് റഷ് അവർ എന്നൊരു വേർഡ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഉണ്ട്. Ogasi was so fed up with the rush hour traffic jams that he bought a bike to cycle to work. So അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഉണ്ട്. ദെൻ വി ഹാവ് കാർ പൂൾ ഓർ കാർ ഷെയർ. അതായത് ഇത് രണ്ട് വേർഡും, അതായത് കാർ പൂൾ എന്നൊരു വേർഡും കാർ ഷെയർ എന്നൊരു വേർഡും രണ്ട് വേർഡിൻ്റെയും മീനിങ് സെയിം ആണ്. പക്ഷേ US-ലാണ് കാർ പൂൾ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് കാർ ഷെയർ എന്നൊരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ടു മേക്ക് a regular journey together in a single vehicle, usually taking turns to drive. അതായത് ഒന്നിച്ച് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒന്നിച്ച് ഒരു കാറിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അത് മാറി മാറി ഡ്രൈവ് ചെയ്യുന്ന, കുറച്ചും കൂടി നമുക്ക് ട്രാഫിക്ക് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടൊക്കെ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ കാർ പൂൾ അല്ലെങ്കിൽ കാർ ഷെയർ എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ടു മേക്ക് എ റെഗുലർ ജേർണി ടുഗെദർ ഇൻ എ സിംഗിൾ വെഹിക്കിൾ, യൂഷ്വലി ടേക്കിംഗ് ടേൺസ് ടു ഡ്രൈവ്. സോ അവിടെ ഒരു എക്സാമ്പിൾ നമുക്കുള്ളത്, ഇഫ് മോർ പീപ്പിൾ ഓർഗനൈസ്ഡ് കാർ പൂൾസ് ദ റോഡ്സ് വുഡൻ ബി സോ കൺജസ്റ്റഡ്. അതായത് ഒരുപാട് ആളുകൾ കാർ പൂൾസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് റോഡ്സ് വരില്ല എന്നുള്ളൊരു എക്സാമ്പിളാണ് നമുക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് പാർക്ക് ആൻഡ് റൈഡ്, എ സിസ്റ്റം ഫോർ റെഡ്യൂസിങ് അർബൻ ട്രാഫിക് കൺജഷൻ ഇൻ വിച്ച് ഡ്രൈവേഴ്സ് ലീവ് ദെയർ കാർസ് ഇൻ പാർക്സ് on the outskirts of a town or city and travel into center on public transport. അതായത് പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളിവിടെ പേ ആൻഡ് പാർക്ക് എന്നൊരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് ഭയങ്കര കോമൺ ആണ്. ആൻഡ് പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിസ്റ്റം ഫോർ റെഡ്യൂസിങ് അർബൻ ട്രാഫിക് കൺജഷൻ, അതായത് ട്രാഫിക് കൺജഷൻ കുറയ്ക്കാനായിട്ട് അർബൻ സിറ്റീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻ വിച്ച് ഡ്രൈവേഴ്സ് ലീവ് ദെയർ കാർസ് ഇൻ കാർ പാർക്സ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് എ ടൗൺ. അതായത് ഔട്ട്സ്കേർട്സ് എന്നൊരു വേർഡ് ഇതിന് മുമ്പുള്ള ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് സിറ്റിയിലേക്ക് പോകാതെ തന്നെ സിറ്റിയുടെ ഏതെങ്കിലും ഔട്ട്സ്കേർട്സിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് മാറിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുന്നതിനെയാണ് നമ്മൾ പാർക്ക് ആൻഡ് റൈഡ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ദ പാർക്ക് ആൻഡ് റൈഡ് സ്കീം വാസ് സോ സക്സസ്ഫുൾ ദാറ്റ് എ സെക്കൻഡ് വൺ വാസ് സെറ്റ് അപ്പ് ഓൺ ദ അതർ സൈഡ് ഇൻ ദ സിറ്റി.
Okay, the park and ride scheme was so successful that a second one was set up on the other side of the city. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ടോപ്പിക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ അത് സ്പീക്കിങ്ങിൽ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് അത് വരുന്ന സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വേർഡ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് അവർ ഫസ്റ്റ് വേർഡ് റഷ് അവർ, ആൻഡ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ് കാർ പൂൾ ഓർ കാർ ഷെയർ. ആൻഡ് വി ഹാവ് പാർക്ക് ആൻഡ് റൈഡ്. ഈ 3 വേർഡ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റസീന ഷെയ്ഖ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ റസീന. ഓക്കെ, then we have the outskirts. Outskirts നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത വേർഡാണ്. ദ ഏരിയാസ് ഫ്രം ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ ടൗൺ, സിറ്റി ഓർ വില്ലേജ് ദാറ്റ് ദ ഫർദസ്റ്റ് അവേ ഫ്രം ദ സെൻറ്റർ. അതായത് സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള, ശരിക്കും നമ്മളതിൻ്റെ എക്സാക്റ്റ് മലയാളം പ്രാന്തപ്രദേശങ്ങൾ എന്നാണ് പറയുക. അതായത് സിറ്റിയുടെ തിരക്കുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളെയാണ്, അല്ലെങ്കിൽ സിറ്റിയുടെ ആ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഔട്ട്സ്കേർട്സ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഇറ്റ്സ് great living on the outskirts. And the next is convenient. And public transport എന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വേർഡാണ് കൺവീനിയൻറ്റ്. ദാറ്റ് മീൻസ് ഫിറ്റിംഗ് ഇൻ വെൽ വിത്ത് എ പേഴ്സൺസ് നീഡ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്ലാൻസ്. ഒരാളുടെ പ്ലാനിനും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കും, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാനായിട്ടും അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ സൗകര്യപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ കൺവീനിയൻ്റ് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വേർഡാണ് കൺവീനിയൻറ്റ്. ആൻഡ് ദർ ഇസ് എ ബസ് സ്റ്റോപ്പ് റൈറ്റ് ഔട്ട്സൈഡ് മൈ ഹൗസ് വിച്ച് മേക്സ് ഇറ്റ് വെരി കൺവീനിയൻറ്റ് ഫോർ ക്യാച്ചിങ് ദ ബസ് ടു വർക്ക്. സോ അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് മീൻസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ഓർ കൺട്രോൾഡ് ഇൻ എനി വേ ബൈ അതർ പീപ്പിൾ ഓർ ഈവൻസ്. സോ ഇൻഡിപെൻഡൻ്റ് ഒരു വേർഡ് നമുക്കറിയാം. ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇൻഡിപെൻഡൻറ്റ്. നമ്മളത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻഡിപെൻഡൻറ്റ് ഇൻ അവർ IELTS സ്പീക്കിംഗ്. Not influenced or controlled in any way by other people or events. So we have an example here, and I'm so much more independent now that I have a scooter to get around. So ആ ഒരു ട്രാവലിംഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത്. ആൻഡ് our example is I'm so much more independent now that I have a scooter to get around. Okay, so നമ്മളുടെ നെക്സ്റ്റ് വേർഡ് ഇസ് ഓവർ ക്രൗഡഡ്. ഓവർ ക്രൗഡഡ് മീൻസ് ഫുൾ വിത്ത് ടു മെനി പീപ്പിൾ ഫോർ ഇറ്റ് ടു ബി comfortable or safe. The tube is overcrowded in the rush hour that is impossible to get a seat. Okay, അതായത് ഓവർ ക്രൗഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു റഷ് അവറിൽ ഭയങ്കര ആൾ കൂടുതലാണ്, ആ ഒരു രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു നെഗറ്റീവിനെ പറ്റി പറയുന്ന സമയത്ത് വേണമെങ്കിലും യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഓവർ ക്രൗഡഡ് ഇൻ യുവർ സ്പീക്കിംഗ്. ഫുൾ വിത്ത് ടു മെനി പീപ്പിൾ ഫോർ ഇറ്റ് ടു ബി കംഫർട്ടബിൾ ഓർ സേഫ്. ഓക്കെ, and next word is unreliable. Something or someone that is not trustworthy or efficient. And നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ്. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻ ബോത്ത് പോസിറ്റീവ് വേ ആൻഡ് നെഗറ്റീവ് വേ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദിസ് വേർഡ് അൺറിലയബിൾ ഇൻ യുവർ സ്പീക്കിംഗ്. ആൻഡ് സംതിങ് ഓർ സമ്മൺ ദാറ്റ് ഇസ് നോട്ട് ട്രസ്റ്റ്വർത്തി ഓർ എഫിഷ്യൻറ്റ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് എത്തണമെങ്കിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധ്യതയില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് അൺറിലയബിൾ ഇൻ യുവർ IELTS സ്പീക്കിംഗ്. സോ the word unreliable means something or someone that is not trustworthy or efficient. And we have another word, underground, the tube, the subway, the metro. അതായത് underground, the tube. കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വേർഡിലുണ്ടായിരുന്നു, ദ ട്യൂബ് ഇസ് സോ ഓവർ ക്രൗഡഡ് ഇൻ ദ റഷ് അവർ ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ സീറ്റ്. സോ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്വിക്കസ്റ്റ് വേ ടു ഗെറ്റ് അറൗണ്ട് ലണ്ടൻ ഇസ് ഓൺ ദ അണ്ടർഗ്രൗണ്ട്. അതായത് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റത്തിനെയാണ് നമ്മൾ ട്യൂബ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ സബ്വേ, ദ മെട്രോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആൻഡ് മെട്രോ, സബ്വേ, മെട്രോ എന്ന് തന്നെ നമ്മൾ പറയും. സബ്വേ, ദ ട്യൂബ്, അണ്ടർഗ്രൗണ്ട്. ആൻഡ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം മീൻസ്
അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റത്തിലെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ്. ദ ട്യൂബ്, സബ്വേ ആണ് ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് റെയിൽവേ പറ്റിയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ട്രാവലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡ് സബ്വേ എന്നുള്ളൊരു വേർഡാണ്. ആൻഡ് വി ഹാഡ് ഓവർ ക്രൗഡഡ്, അൺറിലയബിൾ ആൻഡ് അണ്ടർഗ്രൗണ്ട്. ഈ 3 വേർഡാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. And then we have canal, an artificial waterway constructed to allow the passage of boats or ships inland. അതായത് കനാൽസ് നമുക്കറിയാം, അതായത് ആർട്ടിഫിഷ്യൽ വാട്ടർവേ ആണ്. അതായത് നോർമലി അല്ല, അതൊരു മാൻമെയ്ഡ് വാട്ടർവേ ആണ്, കൺസ്ട്രക്റ്റഡ് ടു അലോ പാസേജ് ഓഫ് ബോട്ട്സ് ആൻഡ് ഷിപ്സ് ഇൻലാൻഡ്. ബോട്ട്സും ഷിപ്സും ഒക്കെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനെയാണ് നമ്മൾ കനാൽ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഷിപ്പ് കനാൽ സച്ച് എസ് പനാമ കനാൽ ആൻഡ് സിയൂസ് കനാൽ ആർ വൈറ്റലി ഇമ്പോർട്ടൻറ്റ് ഫോർ വേൾഡ് ട്രേഡ്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് എ ഷട്ടിലൊക്കെ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ IELTS സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് ഷട്ടിൽ. ആൻഡ് ഇറ്റ് മീൻസ് എ വെഹിക്കിൾ ഓർ എയർക്രാഫ്റ്റ് ദാറ്റ് ട്രാവൽസ് റെഗുലർലി ബിറ്റ്വീൻ 2 പ്ലേസസ്. അതായത് 2 പ്ലേസസിന് ഇടയിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിനെ, ഒരു വെഹിക്കിളിനെയാണോ നമ്മൾ ഷട്ടിൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സുക്കി took the shuttle from his hotel out to the airport. സോ അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്ക് അവിടെ ഷട്ടിൽ എന്നൊരു വേർഡിനുള്ളത്. ആൻഡ് ടു ഗോ ഓൺ ഫുട്ട്. ആൻഡ് ടു ഗോ ഓൺ ഫുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു വാക്ക് സംവെയർ. നമ്മൾ എവിടെയെങ്കിലും വെഹിക്കിൾ ഒന്നും യൂസ് ചെയ്യാതെ നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെയാണ് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ്. അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ബാക്കി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ദിസ് വേർഡ്. ടു ഗോ ഓൺ ഫുട്ട് മീൻസ് ടു വാക്ക് സംവെയർ. And we have an example here. The restaurant was only a mile from our house and we decided to go on foot so that we could all enjoy a bottle of wine and no one had to worry about driving home. So അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് ടു ഗോ ഓൺ ഫുട്ട് എന്നൊരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ടു ഗോ ഓൺ ഫുട്ട് അതായത് വെഹിക്കിൾസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കാൽനട യാത്ര ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടു ഗോ ഓൺ ഫുട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു യാത്രക്കാരനെയാണ് നമ്മൾ പെഡസ്ട്രിയൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് എ പേഴ്സൺ ഹു ട്രാവൽസ് ഓൺ ഫുട്ട്, അതായത് നടന്നു പോകുന്ന കാൽനട യാത്രക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡസ്ട്രിയൻ. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. സം ഏരിയാസ് ഓഫ് അവർ സിറ്റി ആർ ഫോർ പെഡസ്ട്രിയൻസ് only and vehicles are not allowed there. അതായത് ചില ഏരിയാസ് പെഡസ്ട്രിയൻസിന് മാത്രം അലോട്ട് ചെയ്തിട്ടുള്ളതാണ്, അവിടെ മറ്റുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് നമുക്കവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടു റൺ എ കാർ, ടു ഓൺ ആൻഡ് ഡ്രൈവ് എ കാർ. അതായത് ഒരു കാർ വാങ്ങുക, അത് ഡ്രൈവ് ചെയ്യുക. സ്വന്തമായിട്ടൊരു കാർ വാങ്ങി ഡ്രൈവ് ചെയ്യുന്നതിനെയാണ് ടു റൺ എ കാർ എന്നുള്ളൊരു ഫ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഇറ്റ്സ് നോട്ട് റിയലി വർത്ത് റണ്ണിങ് എ കാർ ഇഫ് യു ലിവ് ഇൻ എ സിറ്റി ആസ് ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ ടു ഗെറ്റ് അറൗണ്ട് ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട്. സോ അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് ഇതൊക്കെ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പ്രസ് യുവർ ഐഡിയാസ് വെൽ ഇഫ് യു യൂസ് ഓൾ ദീസ് വേർഡ്സ് ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ടോൾ. ആൻഡ് ടോൾ എന്നൊരു വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയണം, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. മണി ദാറ്റ് യു പേ ടു യൂസ് എ പർട്ടിക്കുലർ റോഡ് ഓർ ബ്രിഡ്ജ്. ഏതെങ്കിലും ഒരു ബ്രിഡ്ജോ ഏതെങ്കിലും ഒരു റോഡോ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാണ് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നതിനാണ് നമ്മൾ ടോൾ എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. സം കൺട്രീസ് ചാർജ് മോട്ടോർ വേ ടോൾസ് ബട്ട് മോസ്റ്റ് ഓഫ് അവർ മോട്ടോർ വേസ് ആർ ഫ്രീ ടു ട്രാവൽ ഓൺ. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് സ്പീഡിംഗ് ഫൈൻ മീൻസ് ദ സം ഓഫ് മണി ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ആസ് എ പണിഷ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് ഫാസ്റ്റർ ദാൻ ദ ലീഗലി അലൗഡ്. അതായത് നമുക്കറിയാം ചില സ്കൂൾ ഏരിയാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ലിമിറ്റ് ഉണ്ട്. ഇത്ര കിലോമീറ്ററിന് കൂടുതൽ നമ്മൾ ഒരു ലിമിറ്റഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് സ്പീഡിനപ്പുറത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും വലിയ സ്പീഡിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ ഗെറ്റ് ഫൈൻസ്. ആൻഡ് അതിനെയാണ് നമ്മൾ സ്പീഡിംഗ് ഫൈൻ എന്നാണ് ആ ഒരു ടേമിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. ആൻഡ്
ആൻഡ് വി ഹാവ് അനദർ എക്സാമ്പിൾ, അതായത് ഇത് ബീറ്റ് ദ ട്രാഫിക്. ബീറ്റ് ദ ട്രാഫിക് എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് വേർഡ്. അനീഷ കെ സജി, ഗുഡ് ആഫ്റ്റർനൂൺ മാം. യെസ് അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് ബീറ്റ് ദ ട്രാഫിക് മീൻസ് ടു ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാവലിംഗ് വെൻ ദ റോഡ്സ് ആർ ക്രൗഡഡ്. അതായത് കുറച്ച് മുമ്പ് നമ്മൾ റഷ് അവർ എന്നൊരു വേർഡ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് റഷ് അവർ എന്നൊരു വേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ റഷ് അവറിന് മുന്നേ ആയിട്ട്, അതായത് റോഡ് തിരക്കാവുന്നതിന് മുമ്പ് വളരെ നേരത്തെ ഈ ഒരു ക്രൗഡ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റ് ദ ട്രാഫിക് എന്നൊരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാവലിംഗ് വെൻ ദ റോഡ്സ് ആർ ക്രൗഡഡ്. അതായത് റോഡ്സ് ക്രൗഡഡ് ആവുന്നതിന് മുമ്പ് ട്രാവലിംഗ് to leave early to avoid traveling when the roads are crowded. Yes, crowded ആവുന്നതിന് മുമ്പ് നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബീറ്റ് ദ ട്രാഫിക് എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഷാരോൺ ലെഫ്റ്റ് ഫോർ ദ എയർപോർട്ട് അറ്റ് 7 AM in order to beat the traffic. അതായത് in order to beat the traffic means വളരെ ക്രൗഡഡ് ആവുന്നതിന് മുമ്പ് അയാൾ ലീവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഇസ് ഹിറ്റ് ദ റോഡ്, സെറ്റ് ഔട്ട് ഓൺ എ ജേർണി. അതായത് സെറ്റ് ഔട്ട് ഓൺ എ ജേർണി, സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്രേസൽ വെർബ്. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഔട്ട് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതേ മീനിങ്ങിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് ഹിറ്റ് ദ റോഡ്. ആൻഡ് ഇറ്റ് മീൻസ് ദേ ഹിറ്റ് ദ റോഡ് ഇയർലി ആസ് ദേ വാണ്ടഡ് ടു റീച്ച് ദ ഹോളിഡേ കോട്ടേജ് ബൈ ലഞ്ച് ടൈം. അതായത് അവർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമാണ് എക്സാമ്പിൾ അവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ എവറി ഡേ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ കോൺവെർസേഷൻസിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള വേർഡ്സ് നമ്മൾ IELTS സ്പീക്കിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ഹിറ്റ് ദ റോഡ് എന്ന് പറയുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രേസാണ്. ഇറ്റ് ഇസ് ഹിറ്റ് ദ റോഡ് മീൻസ് സെറ്റ് ഔട്ട് ഓൺ എ ജേർണി. ആൻഡ് വി ഹാവ് ഹിച്ച് എ ലിഫ്റ്റ് ഓർ റൈഡ് ടു ഗെറ്റ് എ റൈഡ് ഇൻ സമ്മൺ എൽസ് വെഹിക്കിൾസ്. അതായത് ഇപ്പോൾ കുറച്ച് പോപ്പുലറാണ്. അതായത് സ്വന്തമായിട്ട് വെഹിക്കിൾസ് ഇല്ലാതെ നമ്മൾ മറ്റൊരാളുടെ വെഹിക്കിൾസിൽ അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതിനെയാണ് ഹിച്ച് എ ലിഫ്റ്റ് അല്ലെങ്കിൽ റൈഡ് എന്ന് പറയുന്നത്. If I miss the bus, I can usually hitch a lift with a colleague who lives a few streets away from me. Okay, so ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഹിറ്റ് എ ലിഫ്റ്റ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിയാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വളരെ അടുത്തായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ആൻഡ് വെൻ യു ഗെറ്റ് ദിസ് ടോപ്പിക് ഓൺ യുവർ സ്പീക്കിംഗ് യു ക്യാൻ യൂസ് ഓൾ ദീസ് വേർഡ്സ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് നമ്മളുടെ ഫസ്റ്റ് വേർഡ് റഷ് അവർ എന്നായിരുന്നു. റഷ് അവർ മീൻസ് ദ ടൈം at the beginning and the end of the working day when many people are traveling or to or from work. And രണ്ടാമത്തെ വേർഡ് carpool or car share. That means an arrangement between people to make a regular journey together in a single vehicle, usually taking turns to drive. And then we have park and ride, a system for reducing urban traffic congestion in which drivers leave their cars in car parks and on the outskirts of the town and city, travel into the സെൻറ്റർ ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട്. അതായത് പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സബർബിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്സ്കേർട്ടിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്തതിന് ശേഷം പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതിനെയാണ് പാർക്ക് ആൻഡ് റൈഡ് എന്നൊരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ ഔട്ട്സ്കേർട്സ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തൊരു വേർഡാണ്. ഔട്ട്സ്കേർട്സ് മീൻസ് പ്രാന്തപ്രദേശങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ആൻഡ് അതായത് സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് മാറിയുള്ളൊരു പ്ലേസസിനെയാണ് നമ്മൾ ഔട്ട്സ്കേർട്ട് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് കൺവീനിയൻറ്റ് മീൻസ് ഫിറ്റിംഗ് ഇൻ വെൽ വിത്ത് എ പേഴ്സൺസ് നീഡ്സ്, activities and plans. And then we have independent means ഭയങ്കര സ്വതന്ത്രമായ, ബിക്കോസ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു രീതിയിലാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഓവർ ക്രൗഡഡ്. ഇതൊക്കെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ദെൻ വി ഹാവ് അൺറിലയബിൾ മീൻസ് സംതിങ് ഓർ സമ്മൺ ദാറ്റ് ഇസ് നോട്ട് ട്രസ്റ്റ് വർത്തി ഓർ എഫിഷ്യൻറ്റ്. അതായത് എഫിഷ്യൻ്റ് അല്ലാത്ത, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് എപ്പോഴും പറ്റാത്ത ഒരു എന്തെങ്കിലും ഒന്നിനെയാണ് നമ്മളിൽ സംതിങ് അല്ല ഓർ സമ്മൺ അല്ലെങ്കിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമോ ആണ് നമ്മൾ അൺറിലയബിൾ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് അണ്ടർഗ്രൗണ്ട്, ദ ട്യൂബ്, ദ സബ്വേ, ദ മെട്രോ, ആൻഡ് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം ഇൻ എ സിറ്റി. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റത്തെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള വേർഡ്സ് ആണ് അണ്ടർഗ്രൗണ്ട്, ട്യൂബ്, സബ്വേ ആൻഡ് ദ മെട്രോ. ഓക്കെ, അത് അണ്ടർഗ്രൗണ്ട് തന്നെ ആവണം നിർബന്ധമില്ല. പക്ഷേ അണ്ടർഗ്രൗണ്ട് ട്രാവലിങ്ങിനെ പറ്റി നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡ് സബ്വേ ആണ്.
Okay, then we have canals. Canals, artificial waterway constructed to allow the passage of boats or ships inland. Then we have a shuttle. Shuttle means a vehicle or aircraft that travels regularly between two places. അതായത് രണ്ട് പ്ലേസസിനിടയിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വെഹിക്കിളിനെ ഒരു എയർക്രാഫ്റ്റിനെയാണ് നമ്മൾ ഷട്ടിൽ എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. ടു ഗോ ഓൺ ഫുട്ട്, ടു വാക്ക് സംവെയർ. അതായത് എവിടെയെങ്കിലും നമ്മൾ വെഹിക്കിളൊന്നും യൂസ് ചെയ്യാതെ നടന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടു ഗോ ഓൺ ഫുട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ടു ഗോ ഓൺ ഫുട്ടിനോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു വേർഡാണ് പെഡസ്ട്രിയൻ. ബിക്കോസ് കാൽനട യാത്രക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡസ്ട്രിയൻ. ദെൻ വി ഹാവ് ടു റൺ എ കാർ. അതായത് ടു ഓൺ ആൻഡ് ഡ്രൈവ് എ കാർ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വേർഡ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ടു റൺ എ കാർ. ദെൻ വി ഹാവ് ടോൾ. ദെൻ വി ഹാവ് സ്പീഡിംഗ് ഫൈൻ. പിന്നെ നമുക്കുള്ളത് കുറച്ച് ഇഡിയംസ് ആണ്. ദെൻ യു ക്യാൻ ഓൾസോ യൂസ് ഓൾ ദീസ് ഇഡിയംസ് ഇൻ യുവർ സ്പീക്കിംഗ്. ബീറ്റ് ദ ട്രാഫിക്. ബീറ്റ് ദ ട്രാഫിക് മീൻസ് ടു ലീവ് ഇയർലി ടു അവോയ്ഡ് ട്രാവലിംഗ് വെൻ ദ റോഡ്സ് ആർ ക്രൗഡഡ്. ഓക്കെ, ആൻഡ് റോഡ്സ് കുറച്ച് ക്രൗഡഡ് ആവുന്നത് ഒഴിവാക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് വളരെ നേരത്തെ നിങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ബീറ്റ് ദ ട്രാഫിക് ഇൻ യുവർ സ്പീക്കിംഗ്. ദെൻ വി ഹാവ് ഹിറ്റ് ദ റോഡ്. സെറ്റ് ഔട്ട് ഓൺ എ ജേർണി. ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിറ്റ് ദ റോഡ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ഹിച്ച് എ ലിഫ്റ്റ് ഓർ റൈഡ്. ടു ഗെറ്റ് എ റൈഡ് ഇൻ സമ്മൺ എൽസ് വെഹിക്കിൾ. അതിനെയാണ് നമ്മൾ ഹിച്ച് എ ലിഫ്റ്റ് അല്ലെങ്കിൽ റൈഡ് എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And we have an example here. If I miss the bus, I can usually hitch a lift with a colleague who lives a few streets away from me. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു ടോപ്പിക്ക് നമ്മളുടെ സ്പീക്കിങ്ങിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് വേർഡ്സ് ആണ്. ആൻഡ് ഇത് പാർട്ട് 1 പാർട്ട് 3നേക്കാളും കുറച്ചും കൂടി നമ്മൾ പാർട്ട് 2 കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ് അടുത്തിടെയായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളതാവാം. ആൻഡ് വളരെ അടുത്തായിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. സോ ഐ ഹോപ്പ് ഓൾ ദീസ് വേർഡ്സ് വുഡ് റിയലി ഹെൽപ്പ് യു ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ആൻഡ് ഇന്ന് നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.